നടുക്കിയ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് ഇന്ന് 2 ആണ്ട്. 298 പേരുടെ ജീവൻ നഷ്ടമായ ദുരന്തത്തിന്റെ ഓർമ്മകൾ വീണ്ടെടുത്ത് ചൂരൽമല മുണ്ടക്കൈ നിവാസികൾ വീണ്ടും ഒത്തുചേർന്നു. വൈകാരികമായിരുന്നു ഉരുൾ അതിജീവിതരുടെ പുനഃസമാഗമം. മൃതദേഹങ്ങൾ സംസ്കരിച്ച പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ സർവ്വമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടന്നു. ഉറ്റവരുടെ ഓർമ്മകളിൽ കൽപ്പറ്റയിലെ ടൗൺഷിപ്പിൽ ഒത്തുകൂടിയ പലരും വിങ്ങിപ്പൊട്ടി. ഫേസ് 1 ലാൻഡ്സ്ലൈഡ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ രാവിലെ 7 മണിയോടെയായിരുന്നു ടൗൺഷിപ്പിലെ പുഷ്പാർച്ചന. ഈ മഴ കാണുമ്പോഴും പുഴയിലെ വെള്ളം പൊങ്ങുമ്പോഴും ഭയങ്കര പേടിയാണ്. ഉരുളെടുത്ത ഉറ്റവരുടെ ഓർമ്മകൾ പുതുക്കാനായി കൽപ്പറ്റയിലെ ടൗൺഷിപ്പിൽ ഒത്തുകൂടിയ പലരും പറയുന്നത് ഇങ്ങനെയാണ്. ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായ 298 പേരുടെ ചിത്രങ്ങൾക്ക് മുൻപിൽ വിളക്ക് കൊളുത്തി പുഷ്പങ്ങൾ അർപ്പിച്ചപ്പോൾ പലരും നിലവിട്ട് കരഞ്ഞു. നിറകണ്ണുകളോടെ നിന്ന പലർക്കും സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. നൈസമോൾ ഉപ്പയുടെ ചിത്രത്തിന് ചുംബനം നൽകിയപ്പോൾ കണ്ടുനിന്നവർക്ക് കണ്ണീരടക്കാനായില്ല. ഞങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത് അതുപോലെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. എല്ലാവരും വെട്ടി വിരിഞ്ഞു പോയി നമ്മളെ കൊണ്ട്. ആ നാടിൽ നിന്ന് വന്നതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇപ്പോൾ അനുഭവിക്കുകയാണ്. ഇപ്പം നമുക്ക് ഇവിടെ വീടൊക്കെ കിട്ടി. ഞങ്ങളിരുന്നാലും ഞങ്ങൾക്കൊരു സന്തോഷമില്ല. എന്നും അവരെ ഓർത്ത് ഞങ്ങൾ ഒരു ദിവസമെങ്കിലും പ്രാർത്ഥിക്കാതെയും കണ്ണീര് വിടാത്തി അവരെ വർത്താനം പറയാത്തി ഒരു നിമിഷം ഞങ്ങൾക്കില്ല. 2 വർഷമായി. എന്താ ചെയ്യുക, ഞങ്ങൾ ആൾക്കാരെല്ലാവരും പോയി കഴിഞ്ഞല്ലോ. 2 വർഷമായി. ഒന്നും പറയാൻ കിട്ടുന്നില്ല. വെള്ളാർമല സ്കൂളിന് നഷ്ടമായ 33 കുരുന്നുകളുടെ ചിത്രങ്ങൾ ഹൃദയഭേദകമായിരുന്നു. ചൂരൽമലയിൽ രാവിലെ 7 മണിയോടെ നടന്ന പുഷ്പാർച്ചനയിൽ വെള്ളാർമല സ്കൂളിലെ മുൻ അധ്യാപകൻ ഉണ്ണിമാഷ് ഉൾപ്പെടെ അധ്യാപകരും നാട്ടുകാരും പങ്കാളികളായി. ഓർമ്മകൾക്ക് മരണമില്ലെന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു ഉണ്ണിമാഷ്. ഇങ്ങനെയൊന്നും കാണാൻ ആഗ്രഹിച്ചവരല്ല ഞങ്ങൾ. ഇത് എന്താ ലോക നിലവാരത്തിലേക്ക് ഉയരണം, ഈ വിദ്യാലയം എന്താ പറയുക അങ്ങനെ ആവണമെന്ന് ആഗ്രഹിച്ചവരാണ്. ഏറ്റവും ഭാഗ്യവാന്മാരായി എന്ന് കരുതിയിരുന്ന ഞങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും നിർഭാഗ്യവാന്മാർ. 10 മണിയോടെ ഹൃദയഭൂമിയിൽ സർവമത പ്രാർത്ഥന ആരംഭിച്ചു. മന്ത്രി AP അനിൽകുമാർ, T സിദ്ദിഖ്, ജില്ലാ കളക്ടർ മേഘശ്രീ, മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു. ഉറ്റവരുടെ കല്ലറകളിൽ പൂക്കൾ നിറച്ച് സുഗന്ധമുള്ള ഓർമ്മകൾ പങ്കുവച്ച് ചൂരൽമല മുണ്ടക്കൈ നിവാസികൾ പിരിഞ്ഞു. ഉരുൾ ദുരന്തത്തിന്റെ 2ാം വാർഷിക ദിനത്തിൽ ദുരന്തത്തിൽ തങ്ങൾക്ക് നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരെ കാണാൻ മുണ്ടക്കൈ ചൂരൽമല നിവാസികൾ ഹൃദയഭൂമിയിലെത്തി. പ്രാർത്ഥിച്ചു, പുഷ്പങ്ങൾ അർപ്പിച്ചു. ഒരിക്കലും മായാത്ത ഓർമ്മകളുമായി വീണ്ടും അതിജീവനത്തിലേക്ക്. ക്യാമറ പേഴ്സൺ ജിതിൻ ജോസിനൊപ്പം ലിൻഡോ തോമസ്, ന്യൂസ് മലയാളം, വയനാട്.